രാഷ്ട്രീയ നാടകങ്ങൾക്കും അപ്രതീക്ഷിത തിരിച്ചടികൾക്കും വേദിയാകുന്ന പാലാ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി 8-ാം വാർഡിലെ കോൺഗ്രസ് കൗൺസിലർ റിയ ബിനോ ചീറാംകുഴിയെ പ്രഖ്യാപിച്ചു. യുഡിഎഫ് ഉന്നത നേതാക്കൾ പങ്കെടുത്ത നിർണായക ചർച്ചയിലാണ് റിയയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരരംഗത്തിറക്കാൻ അന്തിമ തീരുമാനമായത്. നഗരസഭയിലെ വിമത കൗൺസിലറായ മായ രാഹുലാണ് റിയയ്ക്കെതിരെയുള്ള എതിർ സ്ഥാനാർത്ഥി. അതേസമയം മായ രാഹുലിന് ഭരണപക്ഷമായ LDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഡിഎഫിന്റെ ഈ നീക്കത്തോടെ പാലായിൽ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വൻ പോരാട്ടമായി മാറി. യുഡിഎഫ് നിരയിൽ നിന്നുള്ള 4 കോൺഗ്രസ് കൗൺസിലർമാർ അപ്രതീക്ഷിതമായി മറുകണ്ഠം ചാടിയതോടെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. എങ്കിലും നഗരസഭയിൽ തങ്ങളുടെ അധ്യക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തി പോരാടാൻ തന്നെയാണ് യുഡിഎഫ് നേതൃത്വം തീരുമാനിച്ചത്. നിലവിൽ 9 കൗൺസിലർമാരാണ് യുഡിഎഫിനൊപ്പമുള്ളത്. ഇതിൽ 3 പേർ ബിനു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര കൗൺസിലർമാരാണ്. ഈ പുളിക്കക്കണ്ടം വിഭാഗത്തിലെ പ്രതിനിധികളുമായി ദീർഘനേരം ചർച്ച നടത്തിയ ശേഷമാണ് 8-ാം വാർഡിൽ നിന്നുള്ള റിയ ബിനോയെ നഗരസഭ അധ്യക്ഷ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഫ്രാൻസിസ് ജോർജ് MP, കോട്ടയം DCC പ്രസിഡന്റും MLAയുമായ നാട്ടകം സുരേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. പാർട്ടി വിപ്പ് ലംഘിക്കുകയും വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുകയും ചെയ്ത വിമതർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിയമപരമായും സംഘടനാപരമായും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം UDFിൽ മാത്രം ഒതുങ്ങുന്നതല്ല അനിശ്ചിതത്വങ്ങൾ. LDF ക്യാമ്പിലും ആഭ്യന്തരമായ ഭിന്നതകളും പടലപ്പിണക്കങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ നാളെ നടക്കാനിരിക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് പാലാ നഗരസഭയുടെ ഭാവി ഭരണം നിർണ്ണയിക്കുന്നതിൽ ഏറെ നിർണായകമാകും. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള റിയ ബിനോ ചീറാംകുഴി കൗൺസിലർ പദവിക്ക് പുറമെ ബഹുമുഖ പ്രതിഭ എന്ന നിലയിലും ശ്രദ്ധേയമാണ്. അഡ്വഞ്ചർ സ്പോർട്സിലും ഓഫ് റോഡ് ജീപ്പ് റേസിംഗിലും ഒരുപോലെ മികവ് തെളിയിച്ച ഓഫ് റോഡ് ഡ്രൈവിംഗ് ട്രാക്കുകളുടെ സ്ഥിരം സാന്നിധ്യമാണ് റിയ. പിതാവായ ബിനോ ജോസിൽ നിന്നാണ് റിയയ്ക്ക് റേസിംഗിനോടുള്ള താല്പര്യം ലഭിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ വാഹനമോടിച്ച് ശീലിച്ച റിയ 18 വയസ്സിൽ ലൈസൻസും 22ാമത്തെ വയസ്സിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും സ്വന്തമാക്കിയ വ്യക്തിയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന 15-ലധികം വരുന്ന വൻകിട ഓഫ് റോഡ് മത്സരങ്ങളിൽ റിയ പങ്കെടുക്കുകയും വലിയ കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട്. ബിരുദ പഠനത്തിനു ശേഷം TTC പൂർത്തിയാക്കിയ റിയ നിലവിൽ പാലായിലെ പ്രമുഖ സ്വകാര്യ സ്കൂളിൽ LKG അധ്യാപികയായി ജോലി ചെയ്യുന്നുമുണ്ട്. റേസിംഗ് ട്രാക്കിലെ ധൈര്യവും ആത്മവിശ്വാസവും അധ്യാപനത്തിലെ സ്നേഹവും പൊതുപ്രവർത്തനവും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന റിയ നഗരസഭയിലെ ഏറ്റവും പ്രായം കൂർന്ന പ്രതിനിധികളിൽ ഒരാൾ കൂടിയാണ്. വളരെ ലളിതവും ശാന്തവുമായ പ്രചരണത്തിലൂടെ LDFിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന 8-ാം വാർഡ് പിടിച്ചെടുത്ത റിയയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് UDF ഉയർത്തിക്കാട്ടുമ്പോൾ ചെറുപ്പത്തിന്റെ കാര്യത്തിൽ പാലാ നഗരസഭാ ഭരണം വീണ്ടും പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആരാകും അധ്യക്ഷ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണം ആർക്കൊപ്പം എന്നത് നിശ്ചയിക്കപ്പെടുന്നത്. എന്തായാലും വിമതർ UDFിനൊപ്പമായിരുന്നു. പിന്നീട് അവർ LDF പാളയത്തിലേക്ക് മാറിയ സാഹചര്യമുണ്ടായിരിക്കുന്നു. എന്തായാലും റിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കൗൺസിലർമാരിൽ ഒരാളായ റിയ UDFിന്റെ ചെയർപേഴ്സൺ ആകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.